തൃശൂർ മലക്കപ്പാറ റോഡിലിറങ്ങിയ കാട്ടാന കബാലിയെ പ്രകോപിപ്പിച്ച കാർ യാത്രക്കാർക്കെതിരെ നടപടിക്കൊരുങ്ങി വനംവകുപ്പ്. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനം തിരിച്ചറിഞ്ഞു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം സ്ഥലത്ത് ഉണ്ടായിരുന്നപ്പോഴാണ് ആനയുടെ ദേഹത്ത് വാഹനം ഇടിപ്പിക്കാൻ ശ്രമിച്ചത്. MS ലിഷോ വിവരങ്ങളുമായി ചേർന്നു. ലിഷോ, ഈ വാഹനം കണ്ടെത്തിയോ? എന്താണ് വനംവകുപ്പ് പറയുന്നത്? വിശദ വിവരങ്ങൾ എന്ത് നടപടിയായിരിക്കും നേരിടേണ്ടി വരുന്നത്? ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ വനം വകുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. വാഹനം ആദ്യം കണ്ടെത്തിയ ശേഷം, അതായത് TN 43P 3916 എന്ന വാഹനമാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉടമയെ ഉൾപ്പെടെ കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 15 മണിക്കൂറാണ് കഴിഞ്ഞ ദിവസം കബാലി എന്ന വിളിക്കുന്ന കാട്ടാന ഈ മലക്കപ്പാറയിലേക്കുള്ള വാഴച്ചാലിൽ നിന്ന് മലക്കപ്പാറയിലേക്കുള്ള റോഡിൽ ഗതാഗത തടസ്സമുണ്ടാക്കുന്ന രീതിക്ക് റോഡിന് നടുവിൽ നിന്നിരുന്നത്. പക്ഷേ കാട്ടിനുള്ളിൽ തന്നെ ആയതിനാൽ തന്നെ ആനയെ അവിടെ നിന്ന് തുരത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. മാത്രമല്ല, ആന നിന്നിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇരുവശത്തേക്ക് മാറിപ്പോകാൻ കഴിയുന്ന ഒരു ഇടം കൂടിയല്ലായിരുന്നു. ഇരുവശത്തു നിന്നും വാഹനങ്ങൾ വന്നതോടുകൂടി ആകെ ആന അവിടെ സ്റ്റക്കാവുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലും നിൽക്കുന്ന സമയത്ത് അവരുടെ മുന്നിലൂടെ ഒരു വാഹനം നേരെ ആനയുടെ അടുത്തേക്ക് പോകുന്നതും ആനയുടെ മുൻപിലെത്തി ഹോൺ മുഴക്കുന്നതും ആനയെ ഇടിക്കാനായി ശ്രമിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ ഒരു ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്താനും കൂടുതൽ നടപടികൾ സ്വീകരിക്കാനും ഇപ്പോൾ ഒരുങ്ങുന്നത്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും കാട്ടാന കബാലിയെ വാഹനം ഇടിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കരുതൽ